ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പൊതുവായ ഫലമാണ്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഇത് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂരം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം രാശിചിന്തനം നടത്തേണ്ടതാണ്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. നിങ്ങൾക്ക് സന്താനഭാവം ഗുണകരമായിട്ടാണ് പൂരം നക്ഷത്രക്കാർക്ക് കാണുന്നത്. സന്താനങ്ങളിൽ നിന്ന് ഗുണകരമായ ഒത്തിരി അനുഭവങ്ങളുണ്ടാവും, സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാവും ഈ മാസങ്ങളിൽ. കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അശുഭ ചിന്തകൾ നിങ്ങളൊന്ന് ഒഴിവാക്കേണ്ടതാണ് ഈ മാസങ്ങളിൽ. ആവശ്യമില്ലാത്ത ആവലാതികൾ നിങ്ങൾ ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തരുത്. മറ്റുള്ളവരുടെ എതിർപ്പിനെ അതിജീവിക്കാനുള്ളൊരു മനസാന്നിധ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓഹരി ഇടപാടുകളിലൊക്കെ നഷ്ടം സംഭവിക്കുവാൻ സാധ്യതകളുണ്ട്. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക. സാഹസമായ നീക്കങ്ങൾ ധനനഷ്ടത്തിന് ഇടവരുത്തുന്നതാണ് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് റിസ്ക്കുകളൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകിച്ച് ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി ഗുണകരമല്ല. ഭാര്യയുടെ രോഗമനോദുഃഖം ഉണ്ടാകുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഈ പുരുഷന്മാർക്കൊക്കെ. ബന്ധുജനങ്ങളുമായിട്ട് കലഹത്തിന് ഇടവരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ. ബന്ധുക്കളുമായിട്ട് ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു നിരാശാബോധം ഉണ്ടാകുന്ന സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസങ്ങളിൽ. നിങ്ങൾ കടബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ മാന്യത നേടിയെടുക്കാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നതാണ്. അതിനുവേണ്ടി അഹിതങ്ങളായ പല പ്രവർത്തനങ്ങളും നിങ്ങൾ കാഴ്ചവെക്കേണ്ടതായി വരും. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ്. ബിസിനസ്സുകാർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ഏപ്രിലൊക്കെ ആകുമ്പോൾ പൂർവിക സ്വത്തുക്കൾ കൈവശം വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. ഏപ്രിലൊക്കെ ആകുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വരവുണ്ടാകുന്നു. മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തേണ്ട പല സമയങ്ങളും ഉണ്ടാകുന്നൊരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. നിങ്ങൾ കളവിനും വഞ്ചനയ്ക്കും അപവാദങ്ങൾക്കും വിധേയനാകാനുള്ള സാധ്യതയുണ്ട്. കച്ചവടക്കാരുടെ സ്ഥിതി വളരെ മോശമായിരിക്കും. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർ കഴിയാവുന്ന അക്കൗണ്ട്സൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുകയായിരിക്കും നല്ലത്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് 90% നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കളോ സുഖഭോഗ വസ്തുക്കളോ വാങ്ങാനുള്ള സാധ്യത ഈ മാസങ്ങളിൽ കൂടുതലാണ്. പണം സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നല്ലതല്ല. പണം ക്രയവിക്രയം ചെയ്യുന്നത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക, നല്ലതല്ല. ഈശ്വര അനുഗ്രഹം കൂടുതലായിട്ടുള്ളതിനാൽ ആപത്തുകളിൽ നിന്നും പലതും ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കോപം നിയന്ത്രിക്കാതെ വരുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. പൊതുവെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുവിധം മുന്നോട്ട് പോകുന്നതാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ട സമയം കൂടിയാണ് മാർച്ച് ഏപ്രിൽ മാസം. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളിയാഴ്ചകളിലൊക്കെ വിഘ്നേശ്വര ഭഗവാന്റെ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. ഭഗവാനെ ഗണപതി ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാന് കറുക പുല്ലൊക്കെ കൊടുക്കുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ കോപം നിയന്ത്രിക്കാനായിട്ട് ശനിയാഴ്ചകളിലും തിങ്കളാഴ്ചകളിലൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുക, ധാര നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഇതൊക്കെ ചെയ്താൽ കാലം ഒരുവിധം അനുകൂലമായി നിങ്ങൾക്ക് പോകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.